ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്കെ ട്രാവൽ ലോഗ്. അപ്പോൾ നമ്മുടെ തിരുവല്ലയ്ക്കടുത്തുള്ള ചാത്തങ്കരിയിൽ നിന്ന് നമ്മുടെ ട്രിവാൻഡ്രത്തോട്ടുള്ള കാർ ട്രിപ്പിൻ്റെ രണ്ടാം ഭാഗം ഇവിടെ തുടരുകയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കിളിവയൽ. അപ്പോൾ ഈ വയലിൽ നിറച്ച് കിളികളൊക്കെ മുമ്പ് വന്നിരുന്നിട്ടുണ്ടാവും, ഇപ്പോഴും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ അങ്ങനെ ഒരു പേര് ഇതിന് വീണത്, കിളിവയൽ. ഈ റൈറ്റ് സൈഡ് ഫുള്ള് വയലാണ്. അപ്പോൾ അവിടെ നിറച്ച് കിളികളും കാണും, അതുകൊണ്ടാണ് കിളിവയൽ. എന്തായാലും കൊള്ളാം, നല്ല പേര്. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന NH അത് തന്നെയാണ്, NH 183A MC റോഡ്. അടൂരിൽ നിന്ന് റൈലിലേക്ക് തിരിഞ്ഞതും ആ സെയിം റോഡ് തന്നെ, അതും 183A ആണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും 183A. ഈ ഫ്രണ്ടിൽ നിന്ന് പോകുന്ന ഒരു ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ലോറിയാണ്. അപ്പോൾ അത് എറണാകുളത്ത് പോയി പെട്രോൾ ഡീസലെല്ലാം ഫില്ല് ചെയ്ത് വരുന്നതാണ്. കാരണം വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോൾ എറണാകുളം പോയി അവിടെ ചെന്ന് ക്യൂ കടന്ന് അങ്ങനെ ഫില്ല് ചെയ്ത് വരുന്നതാണ്. ഉച്ചയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും, ഒരു 3 മണി അല്ലെങ്കിൽ ഉച്ച കഴിയുമ്പോൾ വണ്ടികളൊക്കെ ട്രിവാൻഡ്രത്തുനിന്ന് പോയ ഇതുപോലത്തെ പെട്രോൾ ടാങ്കറുകൾ ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ച് ട്രിവാൻഡ്രം പമ്പുകളിലൊക്കെ എത്തും. മുമ്പ് ഞാനൊരിക്കൽ ഇതുപോലെ പെട്രോൾ ടാങ്കർ ഓടിക്കുന്ന ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളിയാണ് പറഞ്ഞത്, നമ്മൾ തലേദിവസം വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയെ പോവും, അവിടെ പോയി ക്യൂ അടക്കും, ഇഷ്ടം പോലെ ലോറികൾ കാണുന്നുണ്ട്, ഒരുപാടൊക്കെ അങ്ങ് ബാക്കിൽ അങ്ങ് ക്യൂ കിടക്കുമെന്നാണ് പറയുന്നത്. പിന്നെ പെട്ടെന്ന് നിറയും, പെട്രോൾ ആയാലും ഡീസൽ ആയാലും നല്ല പ്രഷറിലാണ് ടാങ്കിൽ വന്ന് വീഴുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് നിറഞ്ഞ് വരാം. പക്ഷേ ഈ ക്യൂ അടക്കുന്നതിലാണ് പാട്. നേരത്തെ ചെന്നാൽ ആദ്യം ക്യൂവിൽ കിടക്കാം, ഇല്ലെങ്കിലാണ് പാട്. അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് പോവാണ് ടാങ്കർ. ഈ തിരുവനന്തപുരം 86 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ മണ്ണടി എന്ന് പറയുന്ന ജംഗ്ഷൻ. ഏനാത്ത് ടൗൺ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ്. അയ്യോ, ഇവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അയ്യോ, ആക്സിഡന്റ്, ഒരു ടൂ വീലറും ഒരു മാറ്റിസ് കാറുമായിട്ട്. അയ്യോ, പുള്ളി താഴെ കിടക്കുക, പുള്ളിക്ക് എണീക്കാൻ വയ്യ. അയ്യോ പാവം. ഇവിടെ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങുന്നു. കുളക്കട, ഈ സ്ഥലത്തിന്റെ പേര് കുളക്കട. ഇടയ്ക്ക് യൂബറിലൊരു ട്രിപ്പ് വന്നു, പക്ഷെ അത് എങ്ങോട്ടാണെന്നൊന്നും കണ്ടില്ല. കൺഫേം ചെയ്യുന്നതിന് മുമ്പ് അത് പോയി. കുളക്കട ടൗൺ. ഇവിടെ നല്ല വെയിലും മഴയുമാണ്. വല സൈഡ് നയാരെ ഒരു പമ്പുണ്ട്.
നല്ല വെയിലും മഴയും. കന്യാകുമാരി 168, തിരുവനന്തപുരം 81, കൊട്ടാരക്കര 9. ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് കൊട്ടാരക്കര കിച്ചൺ. ഒരു വലിയ റെസ്റ്റോറൻറ്റാണ് കൊട്ടാരക്കര കിച്ചൺ. കൊള്ളാം, നല്ല പേര്. ഇത് കലയപുരം ടൗൺ ആണ്. ലെഫ്റ്റിലേക്ക് പോയാൽ ആശ്രയ സങ്കേതം, ലെഫ്റ്റിലേക്ക് പട്ടാഴി മാധവൻ. ദ്രോണയിലെ പട്ടാഴി മാധവന്റെ സ്ഥലമാണോ പട്ടാഴി? നമ്മളിപ്പോ കലയപുരം എത്തിയിരിക്കുകയാണ്. ഇത് അത്യാവശ്യം വലിയ ടൗൺ ആണ് കലയപുരം. റോഡ് സൈഡിൽ നല്ല നിറച്ച് വെള്ളം കെട്ടി കിടക്കും. ഇപ്പം കുറച്ച് നേരം ആയുള്ളൂ തോന്നുന്നു മഴയൊക്കെ പെയ്തിട്ട്. വള്ളക്കടവ്, ഈ സ്ഥലത്തിനെ വള്ളക്കടവ് എന്നാ പറയുന്നത്. നമ്മുടെ ട്രിവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ട് ഇരിക്കുന്ന സ്ഥലവും വള്ളക്കടവാണ്. അപ്പോൾ അവിടെ ഒരു വള്ളക്കടവ്, ഇവിടെ ഒരു വള്ളക്കടവ്. കലയപുരം വള്ളക്കടവ്, മറ്റേത് ചാക്ക വള്ളക്കടവ് അല്ലെങ്കിൽ ഈഞ്ചക്കൽ വള്ളക്കടവ്, ട്രിവാൻഡ്രത്ത് ഉള്ള സ്ഥലം. ഇഞ്ചക്കാട്, അതുകൊള്ള ഇഞ്ചക്കാട് ഇഞ്ച എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. ശില്പ കൺവെൻഷൻ സെന്റർ. ഇങ്ങോട്ട് മഴയൊന്നും പെയ്തിട്ടില്ലെന്ന് തോന്നുന്നു വലുതായിട്ട്. ചെറുതായിട്ട് ചാറിപ്പോയതേ ഉള്ളൂ. റോഡെല്ലാം അങ്ങനെ ഒരു പകുതി ഉണക്കിൽ കിടക്കുകയാണ്. പക്ഷെ നമ്മൾ വന്ന വഴിയെല്ലാം ഭയങ്കരമായിട്ട് മഴ പെയ്ത് നനഞ്ഞാണ് കിടന്നത്. ഇവിടെ ഇങ്ങോട്ട് അത്രയ്ക്ക് മഴ പെയ്തിട്ടില്ല, മഴ കുറവാണ്. ജസ്റ്റ് പൊടിഞ്ഞു പോയതേ ഉള്ളൂ മഴ. ആംബുലൻസ് പുറകെ വരുന്നുണ്ട്. എന്തായാലും കയറ്റി വിടാം. എമർജൻസി ആണോ ഒന്നും അറിയത്തില്ല. പോട്ടെ. കൊട്ടാരക്കര ടെമ്പിൾ 4.5 കിലോമീറ്റർ, ട്രിവാൻഡ്രം 77 കിലോമീറ്റർ. കൊട്ടാരക്കര നേരെ പട്ടാഴി ലെഫ്റ്റിലേക്ക്. ഈ സ്ഥലം മൈലം ജംഗ്ഷൻ. മൈലത്ത് ജിയയുടെ ഒരു പമ്പുണ്ട്, മൈജിയുടെ. അത്യാവശ്യം വലിയ പമ്പാ. നല്ല വീതിയും വിസ്താരമുള്ളൊരു പമ്പാണ് മൈജിയുടെ പമ്പ്. കന്യാകുമാരി 162, തിരുവനന്തപുരം 75, കൊട്ടാരക്കര 3. നമ്മൾ ഏതാണ്ട് കൊട്ടാരക്കര എത്താറായി. റൈറ്റ് സൈഡ് കാണുന്ന ഒരു ചർച്ചാണ് മലങ്കര സിറിയൻ കാത്തലിക് ചർച്ച്. നമ്മൾ കൊട്ടാരക്കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെറിയൊരു പാലം കയറി. ഇതിന്റെ താഴെ കൂടെ റെയിൽവേ ആണ്.
നേരത്തെ കണ്ട ടാങ്കർ അല്ല, ഇത് വേറൊരു ടാങ്കറാണ്. ഇത് വേറൊരു, അതെ ഇത് ആ വണ്ടിയല്ല, മറ്റേ 4554 വണ്ടി നമ്പർ, ഇത് 6546. അപ്പോൾ ഇത് വേറൊരു ടാങ്കറാണ്. ഇതും ട്രിവാൻഡ്രം രജിസ്ട്രേഷനാണ്. അപ്പോൾ ഇതും എറണാകുളത്തുനിന്ന് പെട്രോൾ ഡീസൽ കയറ്റി ട്രിവാൻഡ്രത്തേക്ക് പോകുന്നതായിരിക്കണം. അങ്ങനെ നമ്മൾ കൊട്ടാരക്കര ടൗൺ കയറാറായി. കൊട്ടാരക്കര കഫേ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അങ്ങനെ നമ്മൾ കൊട്ടാരക്കര കയറി. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊട്ടാരക്കര തുടങ്ങുകയാണ്. സ്വാഗതം കൊട്ടാരക്കര പഞ്ചായത്ത്. റൈറ്റ് സൈഡ് ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പ്, ഹോട്ടല് പിട്ടാപ്പള്ളി ഏജൻസീസ്. അപ്പോൾ ഇവിടെയും അൽത്തമാറിൻ്റെ ഡേറ്റ്സ്, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു കടയുണ്ട്. ഇതാണ് കൊട്ടാരക്കര ടൗൺ. റൈറ്റ് സൈഡ് വലിയൊരു ഫാക്ടറി സെയിൽ, ബാഗ്, ഷൂസ്, അങ്ങനെ കട. തിരുവനന്തപുരം നേരെ, കൊല്ലം വലത്തോട്ട്, പുനലൂർ ലെഫ്റ്റിലേക്ക്. ഇവിടെ നിന്ന് നേരെയാണ് പോവേണ്ടത്. നമ്മൾ നിന്ന ട്രാക്ക് തെറ്റാണോ? അതെ, തെറ്റാണ്. നമുക്ക് നേരെയാണ് പോവേണ്ടത്. കുഴപ്പമില്ല, എന്തായാലും സിഗ്നൽ ആവട്ടെ. ഇനി ഒരു 15 സെക്കൻഡ് കൂടെ ഉണ്ട്. സിഗ്നലായി, ഭാഗ്യം. എല്ലാ സിഗ്നലും ഒരുമിച്ച് തന്നെ കത്തി, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കൊട്ടാരക്കര ജംഗ്ഷൻ. നമ്മളവിടെ നിന്ന് നേരെ പോവാണ് ട്രിവാൻഡ്രത്തോട്ട്. ഇവിടെയൊന്നും മഴ പെയ്തിട്ടില്ല. ഇവിടെയൊക്കെ നല്ല റോഡെല്ലാം ഭയങ്കര ഡ്രൈ ആയി കിടക്കുകയാണ്. തുള്ളി മഴ പോലും പെയ്തിട്ടില്ല ഇങ്ങോട്ട്. അടൂരൊക്കെ നല്ല മഴയായിരുന്നു. അടൂര്, ചെങ്ങന്നൂര് ആ ഭാഗത്തൊക്കെ ഭയങ്കര മഴ. എവർമോർ റൈറ്റ് സൈഡ് ഒരു കട, വലിയൊരു മോർ. ലെഫ്റ്റ് സൈഡിൽ കുഴിമന്തി, മലബാർ മജ്ലിസ്. അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് കൊട്ടാരക്കര. വലേ സൈഡ് ഒരു മാളാണ്, ചോയ്സ്. റൈറ്റ് സൈഡ് ഹൈപ്പർ മാർക്കറ്റ് എല്ലാം ഉണ്ട്. തിരുവനന്തപുരം നേരെ, ഓയൂര് വലത്തോട്ട്. ലെഫ്റ്റ് സൈഡുള്ള കട അടുക്കള, ഫാമിലി റെസ്റ്റോറൻറ്റ്. വലേ സൈഡ് അലോമ വാച്ച് ഗാലറി, വലിയൊരു വാച്ച് കടയാണ്. നേരെ കാണുന്ന റെഡ് ബിൽഡിംഗ് ഓക്സിജൻ, ജുവൽ ടവർ. അവിടെ തന്നെ മാക്സിൻ്റെ ഒരു കടയുണ്ട്. മാക്സ് മേനിയ സെയിൽ 499 രൂപ. വല സൈഡ് ആര്യാസ് വെജ് റെസ്റ്റോറൻറ്റ്. ഇന്ത്യൻ കോഫി ഹൗസ് റൈറ്റ് സൈഡ്. അതാണ് കൊട്ടാരക്കര. വുഡ്ലാൻഡിൻ്റെ ഒരു ഷോറൂം ഉണ്ട്. അവിടെ 50% ഓഫർ എന്നൊക്കെ പറഞ്ഞ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ കൊട്ടാരക്കര ടൗൺ നമ്മൾ വിടുകയാണ്. ഊണ് റെഡി, ഇലയിൽ ഊണ്. വലത് സൈഡ് ഒരു പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ ഷോറൂം.
ട്രിവാൻഡ്രം, കഴക്കൂട്ടം. നമ്മൾ രാവിലെ ലെഫ്റ്റ് സൈഡ് ഉള്ള ഹോട്ടലിലാണ് കസ്റ്റമർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയത്. നമ്മൾ ആ സ്ഥലത്തെത്തി. അത് കഴിഞ്ഞു. ഇവിടെ ഇടത് സൈഡ് ഹുണ്ടായുടെ ഒരു സർവീസ് സെൻ്ററാണ്. സാരഥിയുടെ സർവീസ് സെൻ്ററും ഉണ്ട്. മാരുതി വലിയൊരു ഏരിയയാണ് രണ്ടും കൂടെ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സദാനന്ദപുരം. ഈ സ്ഥലത്തിന് സദാനന്ദപുരം എന്നാ പറയുന്നത്. കക്കാട്. സദാനന്ദപുരം കഴിഞ്ഞ് കക്കാട്, തിരുവനന്തപുരം നേരെ. നല്ല രസമാണ് രണ്ട് സൈഡ് കാണാൻ. ഫുൾ പച്ചപ്പ്. റൈറ്റ് സൈഡ് ഫ്രൂട്ട് വ്യാപാരം, ഇടത് സൈഡ് കരിക്ക് വ്യാപാരം. മല സൈഡെല്ലാം ഫുൾ മല പോലെ അങ്ങനെ നിൽക്കുക. ഫുൾ പച്ചപ്പ്. മഴയെല്ലാം പെയ്ത് പച്ചയെല്ലാം കിളർത്ത് അങ്ങനെ നിൽക്കുക. KSRTC എല്ലാം നല്ല സ്പീഡിൽ ഇറങ്ങി വരുന്നേ. തിരുവനന്തപുരം നേരെ വെട്ടിക്കവല ലെഫ്റ്റ്. നേരെ മുകളിൽ കാണുന്നത് കൃഷിയാണ്. നല്ല പൈനാപ്പിൾ കൃഷിയാണ് ഇടത് സൈഡ് മുകളിൽ. നല്ല രസമാണ്. പൈനാപ്പിൾ കൃഷിയെല്ലാം കഴിഞ്ഞു. നമ്മളങ്ങനെ ട്രിവാൻഡ്രം ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു 30 കിലോമീറ്റർ കൂടുതൽ വരും. വാളകം, ഈ സ്ഥലത്തിൻ്റെ പേരാണ് വാളകം. ഫ്രണ്ട്സ് കണ്ടോ, ഈ റോഡിൽ ഇങ്ങനെ ഇസഡ് പോലെ വരച്ചിരിക്കുന്നുണ്ടോ, സിക്സാഗ് പോലെ. പലർക്കും അറിയായിരിക്കും, എന്നാലും ഇതൊരു പറഞ്ഞിരിക്കുന്ന വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു മെയിൻ ജംഗ്ഷൻ ആണ്. അതുകൊണ്ട് ഇവിടെ വണ്ടികളെല്ലാം പതുക്കെ പോകണം, അല്ലെങ്കിൽ സ്കൂളോ കോളേജോ എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് വണ്ടികളെല്ലാം പതുക്കെ പോകണം എന്നുള്ള ഒരു സിമ്പലാണത്. ഇതാണ് വാളകം ടൗൺ. അത്യാവശ്യം വലിയ ടൗണാ വാളകം. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇവിടെ നിന്ന് വലത്തോട്ടാണ് നെല്ലിക്കുന്നം.
റൈറ്റ് സൈഡ് സെന്റ് മേരീസ് ബദനി സെൻട്രൽ സ്കൂൾ വാളകം. നല്ല രസമുള്ള സ്ഥലം. റൈറ്റ് സൈഡ് ഫുള്ള് പച്ചപ്പ്. ഇടത് സൈഡ് നെറ്റിപ്പട്ടമൊക്കെ വിൽക്കാൻ ഇട്ടേക്കുന്നു. ആനയൊക്കെ ഉണ്ടെങ്കിൽ ഒരു നെറ്റിപ്പട്ടം കൊണ്ട് കെട്ടിക്കൊടുക്കായിരുന്നു, പക്ഷെ ആനയില്ല. വിറക് വിൽക്കപ്പെടും. വളവും തിരിവുള്ള റോഡാണ്, പക്ഷെ സൈഡെല്ലാം നല്ല രസം. അതിപ്പോൾ മഴ പെയ്തതുകൊണ്ടാണ്. ഹോട്ടൽ കണ്ണൂർ കിച്ചൺ. ആരിയാസ്. കുട്ടവഞ്ചി റെസ്റ്റോറൻറ്റ്. ഇടത് സൈഡ് ബ്രൗൺ കളർ കുട്ടവഞ്ചി. കൊള്ളാം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എല്ലാം ഉണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ വലത് സൈഡ് ആക്സിഡൻറ്റ്. ഒരു വാഗണർ. സ്കോർപ്പിയോ ആയിട്ടാണെന്ന് തോന്നുന്നു ഇടിച്ചത്. സ്കോർപ്പിയോയുടെ ബാക്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വാഗണറിൻ്റെ റൈറ്റ് സൈഡ് ലൈറ്റ് എല്ലാം അങ്ങ് ഇടിച്ച് ചപ്പിയിരിക്കുക. നമ്മളങ്ങനെ ആയൂരെത്തി. മൾട്ടി ബ്രാൻഡ് യൂസ്ഡ് ടു വീലർ. ഇവിടെ നിന്ന് നമുക്ക് തിരുവനന്തപുരം നേരെ കൊല്ലം വലത്തോട്ട്, പുനലൂര് ഇടത്തോട്ട്. മുകളിലുള്ള ബോർഡെല്ലാം ചെത്തി ദ്രവിച്ചു പോയി, ഒന്നും നേരെ കണ്ടുകൂടാ. ഒരു ഏകദേശം വായിച്ചത്. തിരുവനന്തപുരം നേരെ അഞ്ചല് ലെഫ്റ്റിലേക്ക്, ഓയൂര് റൈറ്റിലേക്ക്. ഓയൂർ ടൗൺ എത്തി. സോറി, ഓയൂരല്ല, ആയൂര്. സോറി, ആയൂർ ടൗൺ എത്തി. ഓയൂർ ഇവിടെ നിന്ന് റെയിലിലേക്കാണ്. നമുക്കിവിടെ നിന്ന് നേരെ. ഇതാണ് ആയൂർ ജംഗ്ഷൻ. ഒരു സിഗ്നലുണ്ട്. സിഗ്നലായി, നമുക്ക് നേരെ പോവാം. ലെഫ്റ്റിലേക്കാണ് പുനലൂര്, റൈറ്റിലേക്ക് ഓയൂര്. ഇന്ത്യയുടെ ഫ്രണ്ടിൽ പോകുന്ന ഒരു റിക്കവറി വാൻ, അതിലിരിക്കുന്ന ഒരു വോൾവോയുടെ കാറാണല്ലോ. അത് പണി മുടക്കിയോ? റൈറ്റ് സൈഡ് ഇന്ത്യൻ ഓയിലിന്റെ പമ്പ്. ഇത് റോഡെല്ലാം ഇന്റർലോക്ക് ആയിട്ടാക്കുന്നത് താഴെ. ധന്യ സൂപ്പർ മാർക്കറ്റ്, സ്പൈസി ഫുഡ് കോർട്ട്. ആയൂർ അത്യാവശ്യം വലിയ ടൗണാ. കല്ലുവിള ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്. KSRTC പുനലൂർ. സ്പീഡ് ലിമിറ്റ് കാറിന് 70.
അതെ ഓൾവേരെ കാർ തന്നെയാണ് റിക്കവറി വാനിൽ കൊണ്ടുപോകുന്നത്. പക്ഷെ റിക്കവറി വാൻ ഭയങ്കര സ്പീഡായിട്ട് പോവാണല്ലോ, എന്തോ വല്ല അർജൻസി ഉള്ളതുപോലെ. എറണാകുളം ലോറിയാണ്, ഹെവി ലോഡാണ് വണ്ടിയിൽ. മുകളിൽ അങ്ങ് ദൂരെ കാണുന്നതാണ് ജഡായു. ജഡായു പാറ. റൈറ്റ് സൈഡ് ഒരു മാർക്കറ്റ് ഏരിയ ആണ്. ഇപ്പോൾ ചടയമംഗലം എത്തി. ഇടേ സൈഡ് ബിൽഡ് ഹബ്, കിച്ചൺ ഇന്റീരിയേഴ്സ്, ഫർണിഷിംഗ്. വലിയൊരു കടയാണല്ലോ. ചടയമംഗലം ടൗൺ എത്തി. ഇവിടുന്ന് റൈറ്റ് സൈഡ് മുകളിൽ കാണുന്നതാണ് ജഡായു. ചിലപ്പോൾ കാണാൻ പറ്റും വീഡിയോയിൽ. വലേ സൈഡ് ജഡായു, മുകളിൽ റൈറ്റ് സൈഡ്. ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് ജഡായു പാറയിലേക്ക് പോവേണ്ടത്. ജഡായു എർത്ത് സെന്റർ. അങ്ങനെ നമ്മളിപ്പോൾ നിലമേൽ ജംഗ്ഷൻ എത്തി. ചടയമംഗലം കഴിഞ്ഞ് നിലമേൽ. ജംഗ്ഷൻ കഴിഞ്ഞു. റൈറ്റ് സൈഡിൽ ടീ ഷോപ്പ്, ബേക്കറി, ജ്യൂസ് ബാർ, ഫ്രൂട്ട്സ്. ഒരുപാട് ഹോട്ടലുകൾ പൂട്ടി കിടക്കുകയാണ്. റൈറ്റ് സൈഡ് രാജ് റെജൻസി. ഇവിടെയും റൈറ്റ് സൈഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, പാരമൗണ്ട് റെസ്റ്റോറൻറ്റ്. അതത്ര പോരാ. അന്ന് ഒരു കസ്റ്റമറേയും കൊണ്ട്, ഒരു 3 കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. കൊണ്ടുവന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഭയങ്കര ഡിലേ. അവസാനം കസ്റ്റമർ വഴക്കിട്ട് ഇറങ്ങി പോകുന്നു. അതാണ് പാരമൗണ്ട് റെസ്റ്റോറൻറ്റ്. ഭയങ്കര ഡിലേ ആയിരുന്നു. അവർ ഫുഡ് ഓർഡർ ചെയ്ത് കസ്റ്റമർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇനി കടയിൽ പോയി വാങ്ങിച്ച് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി ഇനി വേണം പാചകം ചെയ്ത് തരാൻ എന്നുള്ള രീതിയായിരുന്നു അവരത്. അതുകൊണ്ട് കസ്റ്റമർ എന്നെ വഴക്കിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പാരമൗണ്ട് റെസ്റ്റോറൻറ്റ്. ചായക്കട, ഉണ്ണിക്കുട്ടൻ്റെ കട, ഫാമിലി റെസ്റ്റോറൻറ്റ്. അതുപോലെ നല്ല പേര്, ഉണ്ണിക്കുട്ടൻ്റെ കട. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുവഴി വരുമ്പോൾ ഈ സ്പോട്ടൊക്കെ അല്ലെങ്കിൽ കടകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാനും കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണുന്നവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആയിരിക്കട്ടെ.
തൊടുപുഴ ഫാസ്റ്റ് പാസഞ്ചറാണ് ഇപ്പൊ പോയത്. തൊടുപുഴ. ഈ സ്ഥലം തട്ടത്തുമല. ഇവിടെ നിന്ന് തിരുവനന്തപുരം നേരെയാണ്. ഇപ്പൊ തട്ടത്തുമല എന്ന് പറയുന്ന സ്ഥലമാണിത്. AR മെമ്മോറിയൽ തട്ടത്തുമല. ചെറിയ ജംഗ്ഷൻ ആയിരുന്നു, അത് കഴിഞ്ഞു. ഇവിടെ നിന്ന് ലെഫ്റ്റ് കടയ്ക്കൽ മിഷൻ കുന്ന്. നമുക്കൊരു 10 കിലോമീറ്റർ കൂടെ പോയിട്ട് ലെഫ്റ്റിലേക്ക് കയറണം. കാരണം വെഞ്ഞാറമൂട് ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്നതുകൊണ്ട് വണ്ടികൾ തിരിച്ചു വിടുകയാണ്. നേരെ പോയാൽ ആ ബ്ലോക്കിൽ പോയി കിടക്കും. അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് എടുത്ത് വേണം പോകാൻ. ആ റോഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒരിക്കൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു യൂബറിൻ്റെ ഫുൾ ഇൻ്റർസിറ്റി ട്രിപ്സ് എന്നുള്ള ആ വീഡിയോയിലാണെന്ന് തോന്നുന്നു. ആ റോഡ് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് അതിലൂടെയുള്ള യാത്രകൾ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇന്ന് സമയം കിട്ടുകയാണെങ്കിൽ ഇടാം. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പോട്ടുണ്ട്, തിരുവനന്തപുരം നേരെ കടക്കൽ ലെഫ്റ്റിലേക്ക്. ഇത് വഴിയോരക്കട. ഇതാണ് ആദ്യത്തെ വഴിയോരക്കട. ഇവിടെ ഭയങ്കര തിരക്കാണ് ഫുഡ് കഴിക്കാനൊക്കെ. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒക്കെ അതിൻ്റെ തിരക്കാണ്. വണ്ടികൾ നിറച്ച് പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ഇവിടെ തന്നെ കടയാണ് ചട്നി മാമി, വഴിയോരക്കട. ഇതായിരുന്നു അവിടെ ആദ്യത്തേത്. പിന്നെ അവർ ഇങ്ങോട്ട് മാറി ചട്നി മാമി. ഇപ്പൊ ഫ്രണ്ട്സ്, നമ്മളിവിടെ കിളിമാനൂര് എത്തി. കിളിമാനൂർ ജംഗ്ഷൻ അല്ലെങ്കിൽ ടൗൺ, കിളിമാനൂർ ടൗൺ. നമുക്കിനി ഇവിടെ നിന്ന് നേരെയാണ് പോവേണ്ടത് ട്രിവാൻഡ്രം. ഇവിടെ സിഗ്നലാണ്, നമുക്ക് സിഗ്നലായിട്ടുണ്ട്. നമുക്കിപ്പോൾ കിളിമാനൂർ ജംഗ്ഷനിൽ നിന്ന് നേരെ പോവാം. ഇത് അത്യാവശ്യം വലിയ ടൗണാണ് കിളിമാനൂർ. കഴിഞ്ഞു. നമ്മൾ പിന്നെയും ട്രിവാൻഡ്രം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അല്പസ്വല്പം ബ്ലോക്കൊക്കെ തുടങ്ങും. മണി ഇപ്പോൾ 2 ആവുന്നു. 2:30 കഴിയുമ്പോൾ സ്കൂളൊക്കെ വിട്ട് തുടങ്ങും. തിരുവനന്തപുരം നേരെ തൊളിക്കുഴി ഇടത്തോട്ട്. പച്ചക്കറി വിൽപ്പന പെട്ടിയാട്ടോറശ്ശിയിൽ. റൈറ്റ് സൈഡ് ചട്നി മാമി. ഇത് ഇട സൈഡും അവരുടെ ഒരു കടയാണ്. സ്ഥലം പുളിമാത്ത് എന്നുള്ള സ്ഥലം. ലെഫ്റ്റ് സൈഡ് കാണുന്ന കുംഭകോണം കോഫി ഹൗസ്. ഫിൽട്ടർ കോഫി, ടീ, സ്നാക്സ് എല്ലാം അവിടെ കിട്ടും. കുംഭകോണം എന്ന് പറയുമ്പോൾ തമിഴ്നാട്. ആർക്കെങ്കിലും കുംഭകോണം കോഫി കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുവഴി വരുമ്പോൾ കുടിക്കാം.
പറയുന്ന സ്ഥലമാണ്. അതായത് നമ്മുടെ വാമനപുരത്തിനടുത്താണ്. ഇപ്പോൾ കാരേറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ആരും തെറ്റിദ്ധരിക്കരുത്, ക്യാരറ്റ് അല്ല, കാരേറ്റ്. വായിക്കാനും പറയാനും ഒക്കെ ക്യാരറ്റും കാരേറ്റും ഒക്കെ ഒരുപോലെ ഇരിക്കും. ഇത് ക്യാരറ്റ് അല്ല, കാരേറ്റ്. തിരുവനന്തപുരം 33 കിലോമീറ്റർ. ഇതാണ് കാരേറ്റ് ടൗൺ. ഇവിടുന്ന് തുടങ്ങുന്നു ഒരു KSRTC മല്ലപ്പള്ളി ഫാസ്റ്റ് പാസഞ്ചർ. ഇവിടെ സിഗ്നലുണ്ട്. ഇപ്പോൾ നമുക്ക് ഗ്രീൻ കത്തി, നമുക്ക് പോകാം. പുനലൂർ ഫാസ്റ്റ്. ഇവിടെ ഇപ്പോഴായിട്ട് മഴ പെയ്തെന്ന് തോന്നുന്നു. റോഡൊക്കെ നനഞ്ഞു കിടപ്പുണ്ട്. അതായത് റോഡ് സൈഡിലെല്ലാം വെള്ളം കെട്ടി കിടപ്പുണ്ട്. ഇപ്പം മഴ പെയ്ത് അങ്ങോട്ട് പോയതേ ഉള്ളൂ. ആകാശം തെളിഞ്ഞു. മഴക്കാറ് പെയ്ത് പോയി. ഹോട്ടൽ കാർത്തിക റെസിഡൻസി റൈറ്റ് സൈഡ്. ഒരു വലിയ ഹോട്ടലാണ്. ശ്രീ ഐശ്വര്യ പ്യുർ വെജ്. ഇവിടെ വെജിറ്റേറിയൻ ഹോട്ടൽസ് ഉണ്ട്. ഇവിടെ ചെറിയ ബൈക്ക് വർക്ക്ഷോപ്പ്, ലോറി വർക്ക്ഷോപ്പ്, ടയർ കടകളൊക്കെ ഉണ്ട്. കാരറ്റ്. തിരുവനന്തപുരം നേരെ ആറ്റിങ്ങൽ വലത്തോട്ട്. നമുക്ക് നേരെ. ഇതാണ് വാമനപുരം. വാമനപുരം ടൗൺ. ചെറിയൊരു അത്യാവശ്യം ചെറുതുമല്ല വലുതുമല്ലാത്തൊരു ടൗൺ. ആവറേജ് അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള ഒരു ടൗൺ. തീരെ വലുതുമല്ല, തീരെ ചെറുതുമല്ല. വാമനപുരം എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാം മറ്റേ മോഹൻലാലിൻ്റെ സിനിമ ഓർമ്മ വരും, വാമനപുരം ബസ് റൂട്ട്. പക്ഷെ ആ വാമനപുരം അല്ല ഇത്. ഇത് വേറെ വാമനപുരമാണ്. ഇനി ഒരു 1 കിലോമീറ്റർ കൂടെ കഴിഞ്ഞിട്ട് ലെഫ്റ്റിലോട്ട് തിരിയണം. സൈഡെല്ലാം ചെറിയ ചെറിയ കടകളായിട്ട് റംബുട്ടാനൊക്കെ വിൽക്കാനിരിക്കുക. ഇപ്പൊ റംബുട്ടാൻ സീസൺ തുടങ്ങി. ഈ ലോറിയുടെ ബാക്കിൽ നിന്ന് പോകുമ്പോൾ ഫുള്ള് റോഡിലുള്ള ഫുള്ള് ചെളിയും വെള്ളവും എല്ലാം നമ്മുടെ വണ്ടിയിൽ തന്നെ ഇങ്ങനെ സ്പ്രേ ചെയ്തോണ്ട് പോവാണ് ആ ലോറി. ഫ്രണ്ട് ഗ്ലാസ്, ബോണറ്റ് എല്ലാം ചെളിമയമാവും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. റോഡിൽ പണി നടക്കുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ്. തെക്ക് ഡൈവേർഷൻ. തിരുവനന്തപുരം വട്ടപ്പാറ ഗോകുലം മെഡിക്കൽ കോളേജ് പോകുന്ന വണ്ടികൾ ഇതുവഴി തിരിഞ്ഞു പോവുക. ഇങ്ങനെ നമ്മൾ തിരിഞ്ഞു കയറി. ഈ റോഡിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. 2 പേര് നടക്കുന്നു. സെൻസസ് എടുക്കാനാണെന്ന് തോന്നുന്നു. 2 പേര് ID കാർഡൊക്കെ ഇട്ട് നടക്കുവാണ്. ടീച്ചർമാരാണെന്ന് തോന്നുന്നു. ഈ റോഡിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂബർ
യൂബറിൻ്റെ ഇന്റർസിറ്റി ട്രിപ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോയിലുണ്ട്, അത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ഈ റോഡിൻ്റെ കാര്യങ്ങൾ, ഈ റോഡിലുള്ള സീനറി ദൃശ്യങ്ങളെല്ലാം അതിലിട്ടിട്ടുണ്ട്. വളവും തിരിവും കയറ്റവും ഇറക്കവും ഉള്ള റോഡാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ റോഡ് അങ്ങോട്ട് കയറി 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചു. അതിവിടെ ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്നാണ്, ട്രിവാൻഡ്രം സൈഡിലോട്ടാണ് അടിച്ചത്. അപ്പോൾ ആ ട്രിപ്പ് എടുത്ത് കൊണ്ടാക്കി ഇന്നത്തെ നമ്മുടെ ട്രിപ്പിൻ്റെ കാര്യങ്ങളെല്ലാം നിർത്താം എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ കോട്ടയം തിരുവല്ല ടു ട്രിവാൻഡ്രം യാത്രയുടെ കാഴ്ചകൾ നമുക്ക് ഈ ട്രിപ്പ് എടുത്ത് ഉണ്ടാക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിലോട്ട് പോവുകയാണ്. അങ്ങോട്ടുള്ള കാഴ്ചകൾ ഈ വീഡിയോയിൽ കാണാം. റോഡൊക്കെ അല്പം മോശമാണ്, കുറച്ച് വണ്ടികൾ വരുന്നുണ്ട്. നമ്മളിനി ഏതാണ്ട് അതിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തെത്താറായി. റോഡ് ഭയങ്കര മോശമാണ്. കോളേജിന്റെ അകത്ത് കയറി വരാനാണ് കസ്റ്റമർ പറഞ്ഞത്. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാം. ഇത്രയ്ക്ക് മോശമായിരുന്നു ഇവിടുത്തെ റോഡ്. മുൻപ് വന്നപ്പോൾ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. വലിയ വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിനകത്തോട്ട് കയറാം. ഇതാണ് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ്. നമ്മുടെ ഗസ്റ്റ് ലെഫ്റ്റ് സൈഡ് ആണെന്ന് തോന്നിക്കുന്നത്. അതെ. അപ്പോൾ നമുക്ക് പിക്ക് ചെയ്തിട്ട് എങ്ങോട്ടാണെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആ ട്രിപ്പ് കഴിഞ്ഞു. അത് അവിടെ നിന്നൊരു കോൺഫറൻസ് കഴിഞ്ഞ് വരുന്ന ടീമായിരുന്നു. അപ്പോൾ അവരാദ്യം GG ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കേശവസ്ഥലത്തുള്ള പേരകൻ റെസ്റ്റോറൻറ്റിൽ വിടാൻ പറഞ്ഞു. അങ്ങനെ പേരകൻ റെസ്റ്റോറൻറ്റിൽ വിട്ടു. ഞാൻ ട്രിപ്പ് ഓഫ് ചെയ്തു, കാരണം ഇനിയിപ്പോൾ CNG ഇല്ല. CNG അടിക്കണം. CNG അടിച്ചിട്ട് അതൊക്കെ അങ്ങ് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം നല്ല ഉറക്കവും വരുന്നുണ്ട്. രാവിലെ എണീറ്റതാണ്. അപ്പോൾ ഈ ഉറക്കം വെച്ച് വണ്ടി ഓടിച്ചാൽ ശരിയാവില്ല. അതെല്ലാവരും മനസ്സിൽ വച്ചേക്കണം. കാരണം ഉറക്കം വരികയാണെങ്കിൽ എവിടെയെങ്കിലും വല്ല പെട്രോൾ പമ്പിലോ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റിൽ അരമണിക്കൂർ കിടന്ന് ഉറങ്ങുക. ആ ഒരു ക്ഷീണം മാറിയ ശേഷമേ വണ്ടി എടുക്കാവൂ. കാരണം ഡ്രൈവിങ് അത്രയ്ക്കൊരു കീൻ വാച്ചിങ് ആയ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്രകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി CNG അടിക്കുന്നു, നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി ബാക്കി
ട്രിവാൻഡ്രത്തെ ട്രിപ്പിൻ്റെയും മറ്റു കാര്യങ്ങളും ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. കാരണം എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് പിന്നെയും വീഡിയോ ഇടാനൊരു പ്രചോദനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ശരി, അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരാം. നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.